ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങളെങ്ങനെ ഇരിക്കണോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ എണീറ്റാൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ എണീക്കുമ്പം തന്നെ നമ്മളൊക്കെ ഇപ്പം എല്ലാ വീഡിയോസിലും രാവിലെ എണീക്കുമ്പോൾ ഒക്കെ ഉള്ള വീഡിയോസ് എടുക്കില്ലേ, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് ഒട്ടും സമയമില്ല. കാരണം ഇന്നലെ എനിക്കൊരു 8 മണിയായപ്പം ഒരു എന്താണ് എൻ്റെ റൂം മൊത്തത്തിൽ മാറ്റണം, ഫുൾ മാറ്റി എനിക്ക് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് എൻ്റെ അലമാര മാറ്റണമെന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്ന ഇന്നലെ ഇതൊക്കെ പിടിച്ച് മാറ്റി. അപ്പോൾ ഈ അലമാര മാറ്റുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ഡ്രസ്സും ബാക്കി സംഭവങ്ങളെല്ലാം മാറ്റിയാലേ നമുക്ക് അതെടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. അത്രയും വെയിറ്റ് അല്ലേ. അപ്പോഴുണ്ടാ ഗൈസ്, ഇത് കണ്ട എൻ്റെ ബാക്കിൽ കിടക്കുന്നത് ഈ ഡ്രസ്സ്, പിന്നെ അവിടെ കുറേ ഡ്രസ്സും, ഇങ്ങനെ എല്ലാം അലങ്കോലമാക്കിയിട്ടൊക്കെയാണ്. എന്തിൻ്റെ കേടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഇതെല്ലാം അടുക്കി വെക്കണം. ഇന്നലെ രാത്രി ഇതൊക്കെ എടുത്തിട്ടിട്ട് പുറത്ത് പോയി. അപ്പോൾ എനിക്ക് വന്നപ്പോൾ ഒന്നും ചെയ്യാൻ മൂടില്ലായിരുന്നു. കിടക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്താ ബെഡിൽ ഇത്രയും സ്പേസ് എടുത്തിട്ടു. എന്നിട്ട് ഞാൻ ഇവിടെ ഇരിക്കണം. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. എണീറ്റപ്പം തന്നെ 8:30 അത് ഞാൻ എണീക്കുമ്പോൾ 8:30 9:30 എനിക്കുണ്ടല്ലോ. ഈ ചിലവർ വീഡിയോസ് ചെയ്യില്ലേ രാവിലെ എണീക്കുമ്പം സൺലൈറ്റൊക്കെ ഉള്ള വീഡിയോസൊക്കെ ചെയ്യണമെന്നൊക്കെയാണ്. പക്ഷേ അത് ഞാൻ സണ്ണ് പോയിട്ടൊക്കെയാണ് എണീക്കണം. അപ്പം നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ഇരിക്കുകയാണ്. ചായ പോലും കുടിച്ചില്ല. ഇനി ചായ ഇടണം. പിന്നെ ഇന്ന് വാമിയുണ്ട്. വാമി ഉള്ളത് കൊണ്ട് അവളെയും വെച്ചുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. കാരണം അവർ ചേട്ടനും ചേച്ചിയും പുറത്ത് പോകാൻ. അപ്പം അവൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ അടുക്കി വെച്ച് കൊടുത്താൽ അവളെടുത്ത് ഓരോരുത്തൊക്കെ വെച്ചോളും. അപ്പം അതുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്യണം. ഇപ്പം നമുക്കൊരു ചായ കുടിക്കാൻ പോവാം. ചായ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം മൊത്തം ഫ്ലോപ്പ് ആവാൻ എനിക്ക്. അപ്പം നമുക്കിനി ചായ കുടിക്കാൻ പോവാം. വെൽക്കം ടു അടുക്കള ഗൈസ്. ഇനി നമുക്ക് ചായ ഇടണമെങ്കിൽ പാലെടുക്കാം. പാല് ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കിനി പാലെടുക്കണം, ചായ ഇടണം. എന്തൊക്കെ കഷ്ടപ്പാടാണെന്ന് അറിയാം. വീട്ടിൽ ചെയ്താൽ ആരുമില്ല. അല്ലെങ്കിലും വളർന്നത്ര പ്രായമായില്ല. ചായയെങ്കിലും ഇടാം. പാലെടുത്തു. എളുപ്പപ്പണിയൊക്കെ സാധനം തേയിലപ്പൊടി ഇടാം. നമുക്ക് വേണ്ട സംഭവങ്ങൾ ഇടാം. നമ്മൾ മുളകുപൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് ഇടത്ത് ഇളക്കാം. ഇനി നമുക്ക് ഒരു കാത്തിരിപ്പാണ്. ഇനി നമുക്ക് ചായക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഏത് കാലത്ത് പൊങ്ങി വരുമെന്ന് എനിക്കറിയാം. എനിക്ക് വെയിറ്റ് ചെയ്യാം. രാവിലെ എണീക്കും. നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യാണ്ട് രാവിലെ എണീക്കുമ്പോൾ ഉള്ള ഒരു ബ്യൂട്ടിയെ ഹലോ ഗൈസ്. അപ്പം ചായ കുടിച്ചു, ഫുഡ് കഴിച്ചു. എൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. വീഡിയോ എടുക്കാൻ പറ്റിയ അവസ്ഥയായിരുന്നില്ല. അപ്പം നമുക്കിനി റൂമൊന്ന് ശരിയാക്കണം. റൂം ശരിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് രാത്രിയും കിടക്കാൻ പറ്റൂല. അപ്പം നമുക്ക് റൂമൊന്ന് വൃത്തിയാക്കാം. വേറെ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. പിന്നെ വാമിയുണ്ട്, അത് പിന്നെ അവിടെ നിന്നോളും. നമുക്ക് റൂം വൃത്തിയാക്കാം. റൂം വൃത്തിയാക്കുന്നതിന് മുമ്പ് ഇത്രയും തുണി മടക്കി വയ്ക്കണം. അതിനിടയ്ക്ക് നിങ്ങൾക്ക് കരച്ചിലൊക്കെ കാണാം. അത് ഈ കൊച്ചു കിടന്ന് കരയണ കരച്ചിലാണ്. നമുക്ക് ഇനി തുണി മടക്കി വയ്ക്കാം. എനിക്ക് വാമി ഇവിടെ ഭയങ്കര ബഹളം കാണിച്ച് വേണ്ട ഓരോന്നൊക്കെ എടുക്കുകയാണ്.
ഓരോന്നൊക്കെ എടുക്കുകയാണ്. മമ്മി ഹായ് പറ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന് പറ. പൊട്ടിയിടണ്ട, പൊട്ടുണ്ട് കുഞ്ഞേക്ക്. അത് വേണ്ട. കണ്ട, ഇതാണ് ഈ കൊച്ചിൻ്റെ അടുത്ത് ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ അവൾക്ക് ദേഷ്യമാണ്. നിങ്ങൾ കണ്ടില്ലേ? കണ്ട എവിടെ പോണേ കണ്ട. ലാസ്റ്റ് നമ്മളിട്ട വീഡിയോയില് മാമിക്ക് മുടി ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ മുടിയൊക്കെ വെട്ടി ആൺകുട്ടി. അയ്യേ മാമിക്ക് മുടിയില്ല. നിനക്ക് മുടിയില്ലടി, നിനക്ക് മുടിയില്ല. ഇനി ഗായ്സ് ഇതൊക്കെ അടുക്കി വെക്കണം. ഇത് ഏത് കാലത്ത് തീരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും നമുക്ക് തീർത്തല്ലേ പറ്റുള്ളൂ. ഐലൈനർ എടുക്കാം മാമി, എടുക്കരുതടി. എടുത്തോ. കണ്ട, ഈ കൊച്ചിനെ ഞങ്ങൾ അടിക്കണേയല്ല, അവള് ഞങ്ങൾ അടിക്കാനാണ് നിൽക്കണത്. അപ്പോൾ നമുക്ക് തുണികളൊക്കെ മടക്കി വയ്ക്കാം. ഗൈസ് നമ്മൾ ഇങ്ങനെ ഓരോ തുണികളായിട്ട് മടക്കി വയ്ക്കാൻ പോവുകയാണ്. എവിടെയെങ്കിലും പോകുമ്പം തുണി ഉണ്ടോ എന്ന് നോക്കുമ്പം എനിക്ക് ഈ വീട്ടിൽ ഒരു തുണിയും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ന് എന്തോ മടക്കി വയ്ക്കാൻ നേരത്തെ ഒരുപാട് തുണികൾ ഈ വീട്ടിൻ്റെ അകത്ത് കിടക്കുകയാണ് ഗായ്സ്. ഇനി ഈ തുണികളെല്ലാം മടക്കി വയ്ക്കണം. സത്യം വന്ന് പ്രാന്തെടുക്കണം. ചെയ്യാൻ ഒരു മൂടുമില്ല. പിന്നെ അതിനെടുക്കണ്ട വാമി എനിക്കെങ്ങനെ പണി തരാമെന്നാണ് അവൾ നോക്കണത്. പറ്റൂല. തുറക്കാൻ വരുന്നില്ല. മാമി തുറന്നു നോക്ക് തുണിയിട്ട്. വേണ്ടേ? വേണ്ട. ജോലികളെല്ലാം ഒതുങ്ങി അലമാരയൊക്കെ സെറ്റായി. ഇനി കുറച്ചും കൂടെ അടുക്കാവുള്ളൂ. അതും കൂടെ അടക്കി കഴിഞ്ഞാൽ നമ്മുടെ പണി തീരും. പിന്നെ ഇവിടെ വൃത്തിയാക്കണം, ഇവിടെ തൂത്തുവാരി എടുക്കണം. അതൊരു വലിയ ജോലിയാണ്. എന്തിനാണ് ഞാൻ ഇത് പറക്കിയിട്ടതെന്ന് എനിക്ക് ഒരെത്തും പിടിക്കില്ല. മര്യാദയ്ക്ക് ഇരുന്നാൽ മതിയായിരുന്നു. അപ്പം കഴപ്പ് കയറി ചെയ്യണം പറയാം. പക്ഷേ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇപ്പം വേലയില്ലാതെ വീട്ടിൽ ഇരിക്കണം. അപ്പം എന്നെപ്പോലെ ഒരു പണിക്കും പോകാതെ വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പം സമയം പോയി കിട്ടും. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം നമുക്കിനി ബാക്കിയും കൂടെ ചെയ്യാം. അപ്പം ഈ ജോലി അങ്ങ് തീർന്നു കിട്ടും. ഗൈസ്, ഇങ്ങനെ എല്ലാം അടുക്കി പറക്കിയപ്പോഴാണ് ഇവിടെ ഒരുപാട് സാധനങ്ങൾ കിട്ടി. പണ്ടത്തെ എൻ്റെ ആദ്യത്തെ ഫോണിൻ്റെ കവർ, മറ്റേ ഓപ്പോയുടെ കവർ, പിന്നെ എന്തുണ്ടായിരുന്നു, പണ്ടത്തെ പേഴ്സ്, പിന്നെ വേറൊരു പേഴ്സ്. ഇത് മൈക്രോമാക്സ് 4, എൻ്റെ ചേച്ചിയുടെ ആദ്യത്തെ ഫോണിൻ്റെ കവർ. ഇത് എത്ര വർഷം പഴക്കമായ സാധനങ്ങളാണ് എൻ്റെ റൂമിൽ ഇരിക്കണതെന്ന് എനിക്ക് നടന്നു. ഇത് എൻ്റെ സ്മാർട്ട് വാച്ചിൻ്റെ, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സ്മാർട്ട് വാച്ചിൻ്റെ കവർ. ഈശ്വരാ, എന്തൊക്കെ ആക്രികളാണ്. ഇതെൻ്റെ അച്ഛൻ്റെ പുതിയ ഫോണിൻ്റെ കവർ. എന്ത് സാധനവും ആർക്ക് വേണമെങ്കിലും എൻ്റെ റൂമിലോട്ട് വന്നാൽ കിട്ടും. കാരണം എല്ലാ സാധനങ്ങളും ഇവിടെ സ്റ്റോക്കാണ്. ഈ വീട്ടിലെ സ്റ്റോറേജ് എന്ന് പറയുന്നത് എൻ്റെ റൂമാണ്.
ഐഫോണിൻ്റെ കവർ. പിന്നെയും സാധനങ്ങൾ നോക്കിയാൽ ഇവിടെ കിട്ടും. എൻ്റെ ഐഫോണിൻ്റെ ചാർജറിൻ്റെ കവർ. ഇത് എൻ്റെ ചേച്ചി ആർക്കോ വാച്ച് വാങ്ങിച്ചു കൊടുത്തതിൻ്റെ കവർ. അതുവരെ എൻ്റെ അടുത്തുണ്ട്. ഇത് എനിക്ക് ഒരു തവണ പീരീഡ്സ് ആയപ്പം എൻ്റെ ചേട്ടൻ എനിക്ക് ഐസ്ക്രീം മേടിച്ചു തന്നു. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനത്തെ ബോട്ടിൽ ഐസ്ക്രീം ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ അവൻ എനിക്ക് കൊതി കയറി വാങ്ങിച്ചു തന്ന ഐസ്ക്രീമിൻ്റെ ബോട്ടിൽ. ഇതൊക്കെ എന്തിനാണ് ഇവിടെ വച്ചിരിക്കണേന്നായിട്ട് എനിക്കും അറിഞ്ഞുകൂടാ. ഒരു ഇഷ്ടം നമുക്ക് എന്തെങ്കിലുമൊക്കെ പറക്കി വെക്കണ്ടേ, അതുപോലെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ. കുറേ ഡയറികൾ. ഈ ഡയറികൾ നേരത്തെയൊക്കെ ഉണ്ടല്ലോ, ഒരു 2-3 വർഷം മുമ്പ് എനിക്ക് ഡയറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് ഡയറി ഇല്ലല്ലോ, ഡയറിയൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുക. അതിൽ എഴുതൊക്കൊന്നുമില്ല, കളക്ട് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമല്ലോ. അങ്ങനെ കളക്ട് ചെയ്ത് വെച്ച ഡയറിയാണ്. അപ്പോഴുണ്ടോ ഗൈസ് ഫോട്ടോഗ്രാഫ് ബുക്ക്. അതൊന്നും തുറക്കണ്ട, തുറന്നിട്ടും കാര്യമില്ല. വീണ്ടും ഒരു ഡയറി. ഇത് പാട്ട് ബുക്ക്. എന്തിനാ ഈ ബുക്കെന്നായിട്ടോ എനിക്ക് അറിഞ്ഞൂടാ. ആ സമയത്തൊക്കെ പാട്ടുകൾ മൊത്തം ഈ ഡയറിക്കകത്ത് വയ്ക്കും. ഇതെല്ലാം പോട്ട്. നിങ്ങൾ ഇങ്ങനത്തെ ബുക്ക് കണ്ടിട്ടുണ്ട്, സ്റ്റിക്കർ കളക്ഷൻ. ഇത് ഓരോ ടൈമിൽ ഓരോ ഭക്ഷണമാണ്. എന്ത് സ്റ്റിക്കർ ഇതിൻ്റെ എന്തിനാ ഇതൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നതൊക്കെ എനിക്ക് വെള്ളപ്പെടുത്തില്ല. കുറേയൊക്കെ പോയി, കുറേയൊക്കെ ഞാൻ എൻ്റെ റൂമിൽ അവിടെ എവിടെയൊക്കെ ഒട്ടിച്ച് വയ്ക്കുമായിരുന്നു. പിന്നെ അതിനോടുള്ള ഇഷ്ടം പോയപ്പം അതങ്ങ് കളഞ്ഞു കിട്ടി. പിന്നെ ഇവിടെ എന്തുണ്ട്? പിന്നെ ഇത് ഏതോ ഒരു സ്പ്രേയുടെ അച്ഛനെ കിട്ടിയുണ്ട്, അതിൻ്റെ ബോക്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട എൻ്റെ എയർപോർട്ടിൻ്റെ കവർ. എല്ലാ ബോക്സും എല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വെച്ചാൽ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കണം. പക്ഷേ എൻ്റെ ആവശ്യമൊന്നും എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ. അതാണ് ഏറ്റവും കൂടുതൽ എൻ്റെ റൂമിലുള്ളതെന്ന് വെച്ചാൽ ആക്രി ഐറ്റംസാണ്. എന്തെങ്കിലും ഇങ്ങനെ കിട്ടുമ്പോൾ ഞാൻ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഞാൻ വയ്ക്കുന്നു, കളയണോ വേണ്ടേ കളഞ്ഞാൽ ഇനി എനിക്കെന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞാണ് ഈ റൂമിലെ സാധനങ്ങൾ ഇരിക്കണം. പക്ഷേ എടുത്ത് കളഞ്ഞാൽ ഈ റൂമിൻ്റെ അകത്തൊന്നും കാണില്ല, കാരണം അത്രയ്ക്ക് കളറുള്ള സാധനങ്ങളുണ്ട്. എന്തിനാ ഇങ്ങനെ ഞാൻ ഓരോന്ന് കളക്ട് ചെയ്ത് വെച്ചിരിക്കണമെന്ന് എനിക്ക് തന്നെ വലിയ പിടുത്തമില്ല. റിങ്ങിൻ്റെ ബോക്സ്. എനിക്ക് റിങ് വാങ്ങിച്ചതിൻ്റെ ബോക്സ്. പലതും പല കാര്യങ്ങളും നമ്മളിങ്ങനെ ഓരോരുത്തരെ ഓർമ്മിക്കാൻ എടുത്ത് വയ്ക്കില്ല. അതുപോലത്തെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. പലതും ഇനി ബാക്കി അടുക്കി വെക്കണം. ഇനി ഇത് ഏത് കാലത്ത് അടുക്കി തീരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ജോലിയും കഴിഞ്ഞു. വേണ്ട ഈ മേശ ഇങ്ങോട്ടേക്ക് ആക്കി. ഇനി ഇവിടെ കുറച്ച് പണികളും ബാക്കി കാര്യങ്ങളേ ഉള്ളൂ. അത് കുറച്ച് സമയം വേണ്ടി വരും, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണികളെല്ലാം തീരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമുക്ക് അതും കൂടെ ബാക്കി ചെയ്യാം. അപ്പം ഗായ്സ്, ഇനി കുറച്ച് പണിയും കൂടെ ഉള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് പറഞ്ഞല്ലോ തീർന്നു. ഇനി ഇത്രയേ ഉള്ളൂ. അതിന് ഞാൻ കുറച്ച് നേരം ഇരുന്നേ ചെയ്യുള്ളൂ. നമ്മൾ എല്ലാം ഒറ്റ സ്റ്റെപ്പിന് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.